ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കിടു തന്നെയാണ് കേട്ടോ. സുശീലയ്ക്ക് ഒന്നൊന്നര അടിയും സുശീല മകന് ഒറ്റിക്കൊടുക്കുന്നവനാണ്, അതായത് മകന് കൂട്ടിക്കൊടുക്കുന്നവനാണ് എന്ന ആ വാക്കുകളൊക്കെ അനുപമ പറയുന്ന ആ ഒരു എപ്പിസോഡാണ് കേട്ടോ വന്നിരിക്കുന്നത്. അങ്ങനെ ഹർഷയും അനുപമയും തല്ല് തുടങ്ങാണ്. ഹർഷ പറയണേ, നീ എൻ്റെ രവിയേട്ടൻ്റെ മനസ്സ് നീ എന്തിനാടി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്? നീയും അയാളുമായി കൂടിക്കാഴ്ച ഉണ്ടായിട്ട് എന്തിനാ നീ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാനും ഇന്ദ്രനുള്ള കൂട്ടുകെട്ട് മാറ്റാനാണോ എന്ന് ചോദിക്കുമ്പോൾ, എടി നീയും ഇന്ദ്രനുള്ള കൂട്ടുകെട്ട് അയാൾ തന്നെ മാറ്റിയില്ലേ? അതായത് ഇന്ദ്രേട്ടന് നിന്നെ മനസ്സിലായപ്പോൾ അയാൾ നിന്നോട് വെറുപ്പ് തോന്നിയപ്പോൾ നിന്നിൽ നിന്ന് അകന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടാടി. അത് കേൾക്കുന്ന സുശീല പറയണേ, എന്താ എന്താ നീ പറഞ്ഞത്? അപ്പോഴേക്കും അവിടെ അനുപമ വന്നിട്ട് പറയണേ, ഇങ്ങനെ ഒരു സ്ത്രീനെ കാണുന്നത് എനിക്ക് അറപ്പും വെറുപ്പുമാണ് നിങ്ങളെ കാണുമ്പോൾ തോന്നുന്നത്. എന്നാൽ ഇതൊക്കെ കണ്ട് വിനയം നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുശീലയോട് പറയണേ, എന്താ നിങ്ങളുടെ ആവനായിലെ ആയുധങ്ങളൊക്കെ തീർന്നതുകൊണ്ടായിരിക്കുമല്ലേ ഇവളെപ്പോലെ ഒരുത്തിയെ നിങ്ങൾ വിളിച്ചു കൊണ്ടുവന്ന് നിങ്ങളെന്ന സ്ത്രീയോട് സംസാരിക്കുന്നത് തന്നെ എനിക്ക് അറപ്പും വെറുപ്പുമാണ്. അത്രയും വെറുപ്പാണ് നിങ്ങളോട്. നിങ്ങളെ കാണുന്നതേ എനിക്ക് ഇഷ്ടമല്ല. കാരണം നിങ്ങളെപ്പോലെ സ്ത്രീയോട് സംസാരിക്കുന്നത് നല്ലത്. ഇവളോട് പറയുകയാണ്, മര്യാദക്ക് ഇറങ്ങിപ്പോ. ഇവളോട് മര്യാദക്ക് ഇറങ്ങി നിൽക്കാൻ പറയുന്നുണ്ട്. എനിക്ക് റൂമിൽ നിന്ന് സാധനങ്ങൾ എടുക്കാനുണ്ടെന്ന് പറയുമ്പോൾ അവിടെ ഉടൻ തന്നെ സുശീല പറയണേടി, ഇത് എൻ്റെ മകൻ്റെ വീടാണ്, നീ എന്തിനാടി ഇതിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങാനായിട്ട്. അപ്പോഴേക്കും വിനയനെ ഇങ്ങനെ തുടങ്ങുന്നത് കാണുമ്പോൾ വിനയൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിനയൻ മൊബൈൽ എടുക്കുമ്പോൾ ഇവിടെ ഹർഷയാണെങ്കിൽ, എടി എന്നാ ഒരു പണി ചെയ്യാൻ, നിനക്ക് ഒരേ ഒരു പണിയേ ഉള്ളൂ. അതായത് എൻ്റെ ഭർത്താവായ രവിയെ നീ അങ്ങ് എടുത്തോ, നിൻ്റെ ഭർത്താവിനെ ഇനി എനിക്ക് തന്നേക്ക് എന്ന് പറയുമ്പോൾ കരണക്കുറ്റി നോക്കി ഒന്നങ്ങ് കൊടുക്കണം കേട്ടോ. എടി ഇങ്ങനെയുള്ള സംസാരം എന്നോട് സംസാരിച്ച അത് ഞാൻ കേട്ട് നിൽക്കില്ല എന്ന് പറയാനിട്ട്. അപ്പോഴേക്കും സുശീല പറയണേ, എന്തിനാടി നീ ഇവളെ അടിച്ചത്? ഒരു ഗർഭിണിയായ ഒരു പെണ്ണെ അടിക്കാൻ പാടുമോ? ഇവളെ ഇനിയും ഞാൻ അടിക്കും. ഇനിയും ഇവളെ ഇങ്ങനെയുള്ള സംസാരങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഇവളെ കരണക്കുറ്റിയല്ല പല്ലടിച്ച് താഴെയിടും എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ സുശീല പറയണേ, ആഹാ അങ്ങനെയാണ്. അപ്പോഴേക്കും അവിടെ ഹർഷ പറയണേ, എടി ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? നീ അത് ചെയ്താൽ മതിയടി എന്ന് പറയുമ്പോൾ വീണ്ടും അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും സുശീല ആ മുഖം അങ്ങ് വെച്ചു കൊടുക്കാനായിട്ട് ഹർഷയെ അടിക്കുന്നത് സുശീലയെ അടിക്കാനാക്കുകയാണ്, മനഃപൂർവ്വം വെച്ചു കൊടുക്കുന്നത്. പക്ഷേ ഇത് വിനയൻ്റെ മൊബൈലിൽ പകർത്തിയിട്ടുണ്ട്, അത് ആർക്കും തന്നെ അറിയില്ല. എന്നാൽ ഈ സമയം അടികിട്ടിയ സുശീല, അയ്യോ അയ്യോ എന്നടിച്ചേ എൻ്റെ കരണം പോയേ എന്നൊക്കെ പറഞ്ഞിട്ട്, എടി നീ എന്നെ അടിച്ചല്ലേ, നാട്ടുകാരെ അമ്മായിമ്മയെ അടിച്ച മരുമകൾ ഇതാ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും നീ എന്നെ അടിക്കൂടി എന്ന് പറഞ്ഞ് സുശീലയെ അനുപമയെ അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അവരുടെ ഒരു ടോർച്ച് ഉണ്ട് കേട്ടോ. അതെടുത്തിട്ട് അങ്ങ് അടിക്കാൻ പോകുമ്പോഴേക്കും രണ്ടും ഓട്ടട്ടോ, രണ്ടും പുറത്തോട്ട് വന്നിട്ട് നിലവിളിച്ച് കരയണേ, നാട്ടുകാരെ കേൾക്കണേ എൻ്റെ മരുമകൾ എന്നെ അടിച്ചേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഇവിടെ വരുന്നത് ഇങ്ങനെ വിനയൻ കേട്ടോ. എന്തിനാ ആൻറ്റി ഇങ്ങനെയുള്ള കള്ളങ്ങൾ പറയുന്നത്? എടാ നീ പോയില്ലേ എന്നിങ്ങനെ പരിങ്ങി കൊണ്ട് ചോദിക്കാൻ കേട്ടോ. ഇല്ല ആൻറ്റി ഞാനിവിടെ ഉണ്ട്. അതെ എന്തിനാ ആൻറ്റി വെറുതെ ഈ കള്ളങ്ങൾ പറഞ്ഞു? എടാ എന്നെ അവളെ അടിച്ചടാ, അനുപമ അടിച്ചടാ. എന്നാലും എൻ്റെ ആൻറ്റി അനുപമക്ക് ഇത്രയും കരുത്തുണ്ടെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു. എന്ത് കരുത്താണ് അനുപമക്കുള്ളത് എന്നിങ്ങനെ പറയുന്ന ഉടൻ തന്നെ ഹർഷയ്ക്ക് അത് കേട്ട് നിൽക്കാൻ കഴിയില്ല കേട്ടോ. ഹർഷയ്ക്ക് ദേഷ്യം പിടിക്കുകയാണ്. ഹർഷ പറയണേ, നിങ്ങളെന്തിനാ ഇവിടെ വന്നിരിക്കുന്ന? ഇവനെ കൂട്ടിക്കൊടുക്കാൻ വന്നിരിക്കല്ലേ, അവള് ഇവനെയും കൊണ്ട് വന്നിരിക്കല്ലേ എന്നെ അടിക്കാൻ വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ, എന്തിനാ ആൻറ്റി വെറുതെ പറയുന്നത്? ഇവൾക്ക് കിട്ടേണ്ട അടിയാണ് നിങ്ങൾക്ക് കിട്ടിയത്. നിങ്ങൾ മനഃപൂർവ്വം മുഖം വെച്ച് കൊടുത്തതല്ലേ, അതിന് എനിക്ക് തെളിവുണ്ടാ? നീ എന്ത് വെച്ചിട്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്? അവൾ എന്നെ അടിച്ചത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ അവിടോട്ട് സത്യനും ഈ പറയുന്ന സോനയും കയറി വരേണ്ട. എന്നിട്ട് സുശീല കരച്ചിലാണ്. അപ്പോഴേക്കും സുശീല പറയാണ്, നമുക്ക് ഇവിടെ നിന്ന് പോവാം, നാട്ടുകാരെ വായോ എന്നൊക്കെ പറഞ്ഞ് സുശീല കരഞ്ഞും കൊണ്ട് പോകുമ്പോൾ ഹർഷ പറയണേ, ആൻറ്റി എന്തിനാ പോകുന്നത്? ആൻറ്റി പോകണ്ട, ആൻറ്റിയുടെ വീടാണെന്നിങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ അനുപമ അങ്ങോട്ടേക്ക് വരാനായിട്ടാ. അങ്ങനെ അനുപമയോട് പറയാണ്, അനുപമ പറയണേ, ഞാൻ നിങ്ങളെയല്ല അടിച്ചത്, ഇവളെയാണ് ഞാൻ അടിച്ചത്. ഒരടിയും കൂടി കിട്ടിയിരുന്നെങ്കിൽ ഇവളെന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. പക്ഷെ നിങ്ങൾ മനഃപൂർവ്വം മുഖം വെച്ചെടുത്തതല്ലേ എന്ന് പറയുമ്പോൾ സുശീല പറയണേ, അല്ലല്ല എന്നെ നീ അടിച്ചത് എന്നെ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അത് കേട്ടിട്ട് സത്യനും സോനയും വരികയാണ്. അപ്പോൾ സത്യനെ കണ്ടുകൊണ്ട് തന്നെ ഹർഷയോട് പറയണേ, ഹർഷ പറയണേ, ഇനി എനിക്കിവിടെ റോളില്ല ആൻറ്റി, ഞാൻ പോട്ടെ, ഞാൻ എന്തായാലും ഇവിടെ നിൽക്കുന്നില്ല ആൻറ്റി, ഈ വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങണ്ട എന്ന് പറഞ്ഞിട്ട് ഹർഷ അങ്ങ് മേലോട്ട് കയറി ചെല്ലുമ്പോൾ സത്യനും സോനയും ഇറങ്ങി വരുന്നിട്ട് അവരെ കാണുമ്പോൾ ഇങ്ങനെ ഹർഷ തുറിച്ച് നോക്കുന്നുണ്ട്. പിന്നീട് ഹർഷ ഒരൊറ്റ നോട്ടം നോക്കി ഹർഷ അങ്ങ് പോകുന്നു. എന്നാൽ സത്യനും സോനയും അതേ നോട്ടം നോക്കുന്നു കേട്ടോ. അപ്പോഴേക്കും സോന പറയണം, അമ്മ എന്താ അവിടെ കരയുന്നതൊക്കെ കാണുന്നുണ്ടല്ലോ, ഇവിടെ എന്തോ പ്രശ്നമുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സോന ഓടി വരികയാണ് കേട്ടോ. അപ്പോഴേക്കും സത്യനും പിന്നാലെ ഓടി വരികയാണ്. അപ്പോൾ സോന അമ്മ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ കരച്ചിലോട്
കരച്ചിലോട് കരച്ചിലാണ് കേട്ടോ. അയ്യോ എന്നെ അടിച്ച് അനുപമ എന്നെ അടിച്ച് എന്നൊക്കെ പറയുമ്പോൾ സോന കവളിൽ നോക്കുമ്പോൾ അയ്യോ അമ്മയുടെ കരണത്ത് അടിയുണ്ടല്ലോ എന്ന് പറയണേ. അപ്പോഴേക്കും വിനയൻ എന്താ സംഭവിച്ചത് എന്ന് വിനയനോട് സത്യം ചോദിക്കുമ്പോൾ വിനയൻ പറയണേ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അല്ല മോനെ ഇവനെ അവൾക്ക് സൈഡിൽ നിന്ന് സംസാരിക്കുകയാണ്, ഇവൾ അവൻ്റെ സൈഡല്ലേ, ആ ചിരുവിനെ കിട്ടാൻ വേണ്ടി ഇവൻ അതൊക്കെ ചെയ്യും എന്നും പറഞ്ഞിട്ട് വിനയനെ സംസാരിക്കാൻ സുശീല സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ അനുപമ പുറത്തോട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ എവിടെ ഏട്ടത്തി എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അനുപമ വന്ന ഉടൻ തന്നെ എന്താ ഏട്ടത്തി കാട്ടി വെച്ചിരിക്കുന്നത്. ഉടൻ തന്നെ അനുഭവം പറയണേ, എൻ്റെ കൈ നിൻ്റെ അമ്മയുടെ കവിളിൽ തട്ടി എന്നുള്ളത് സത്യം തന്നെ, പക്ഷേ മനഃപൂർവ്വം തട്ടിയതല്ല, അത് അറിയാതെ തട്ടിയതാണ്. അറിയാതെ എന്ന് വെച്ചാൽ നിൻ്റെ അമ്മ ചോദിച്ചു വാങ്ങിയ അടി പോലെയാണ്. അതിനിടയ്ക്ക് സംഭവിച്ചാണ് നിൻ്റെ അമ്മയുടെ വാക്കുകൾ കേട്ടാൽ എനിക്കെൻ്റെ കണ്ണ് മഞ്ഞളിച്ച ആ അവസ്ഥയായിരുന്നു. ആ നിമിഷം ഞാൻ എന്താ ചെയ്തത് എന്ന് എനിക്ക് തന്നെ അറിയില്ല, അവർ അങ്ങനെയാണ് എന്നെ കാണിച്ചത് എന്നൊക്കെ പറയുന്നേട്ടാ. അപ്പോൾ ഉടൻ തന്നെ സോനക്കങ്ങ് ദേഷ്യം പിടിച്ചിട്ട് കാര്യം എന്ത് പറയണമെങ്കിലും എൻ്റെ അമ്മ എത്ര വൃത്തികെട്ടവളാണെങ്കിലും എൻ്റെ അമ്മയെ നിങ്ങൾ അടിക്കാൻ പാടില്ലായിരുന്നു, നിങ്ങളിത് ചെയ്ത് തെറ്റേനെ, ഇനി എന്താ അമ്മ ഇവിടെ നോക്കി നിൽക്കുന്നു, വാ നമുക്ക് പോവാം. അത് പറഞ്ഞാൽ പറ്റില്ല, ഞാനെന്തിനാ പോകുന്നു, ഞാൻ ഇവിടെ നിൽക്കും, എനിക്ക് ഈ എൻ്റെ മകൻ്റെ വീടല്ലേ, അതൊക്കെ ആയിരിക്കും, അമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ഞാൻ പറഞ്ഞത് അങ്ങ് കേട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ വിനയനോട് ആദ്യം പറയുന്നുണ്ട് കേട്ടോ സത്യൻ പറയണേ, ഇത് ഞങ്ങളുടെ കുടുംബക്കാരിയാണ് വിനയ, ദയവ് ചെയ്ത് വിനയൻ ഇവിടെ നിന്ന് പോയിക്കോ എന്ന് പറയണം. അങ്ങനെ വിനയന് പോകുന്ന സമയത്ത് സുശീല പറയുന്നുണ്ട് ഈ തെളിവൊന്നുമില്ലല്ലോ ഇവൻ എനിക്കെതിരെ സംസാരിക്കാൻ എന്നിങ്ങനെ പറയുമ്പോൾ വിനയൻ പറയുന്നുണ്ട് തെളിവുണ്ട് എന്ന്. പക്ഷേ അതിന് അവിടെ സുശീല ഒരു ഇടം കിടക്കില്ല. അപ്പത്തിന് സത്യം പറയണേ നീ പോയിക്കോ വിനയ എന്ന് പറഞ്ഞ് വിനയനെ പറഞ്ഞു വിടുകയും ചെയ്തു. ഇതേ സമയം സോന തൻ്റെ അമ്മയും കൊണ്ടുപോകുമ്പോൾ സത്യനൊന്നും തന്നെ അനുപമയോട് മിണ്ടുന്നില്ല. അപ്പോൾ അനുപമ ചോദിക്കാൻ എന്താ സത്യം നിനക്ക് എന്നോടൊന്നും ചോദിക്കാനും പറയാനില്ലേ, എന്താ അനുചേച്ചി ഞാൻ ഇനി ചോദിച്ചിട്ടും പറഞ്ഞിട്ടും കാര്യമുള്ള, ഇത് കൈവിട്ട കളിയാണ്, ഇത് എൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഒരൊറ്റാൾ വിചാരിച്ച ഇനി കാര്യങ്ങളൊന്നും നേരാവില്ല എന്ന് പറഞ്ഞിട്ട് സത്യനെ അങ്ങ് പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം അനുപമയുടെ കുഞ്ഞിനെ സോന അങ്ങ് കൊടുത്തിട്ട് പോകുന്നു കേട്ടോ. പിന്നീട് അനുപമ ഇങ്ങനെ സങ്കടത്തോട് കൂടി നിൽക്കണം. എന്നാൽ ഈ സമയം ഇവർ ഷ്യാമും ഇവരൊക്കെ ഇവരുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സോന പറയുന്നു എന്ത് പറഞ്ഞാലും ശരി, എൻ്റെ അമ്മയെ അടിച്ചു ഒരിക്കലും ശരിയായില്ല. അപ്പോഴേക്കും പ്രതിഭ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കൊടുന്ന് കുടിക്കമ്മയെന്ന് പറയണം. അപ്പോൾ എടി അവളെ ഇപ്പോൾ എന്നെ അടിച്ചു, ഇനി നാളെ നീയും അടിക്കൂടി എന്ന് പറയുമ്പോൾ എന്തിനാ അമ്മയെ വെറുതെ അടിച്ചു എന്നൊക്കെ പറയുന്നത്, അനുചേച്ചി അടിച്ചിട്ടില്ലേ. അപ്പോൾ സോന പറയും അനുചേച്ചി അടിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ ഉടൻ തന്നെ സോന പറയണം പിന്നെ എന്താണ് സത്യത്തെ ഈ കരണത്ത് കെടുക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ വനമ്മ പറയണം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഇത് അവിടെ സംഭവിക്കും എന്നുള്ളത്, അവൾ അവിടെ എത്തിയിട്ടുണ്ട്, അവിടെ ഒരു പ്രശ്നമുണ്ടാകുന്നതിന് മുന്നേ നിങ്ങൾ അവിടേക്കോട്ട് പോയേക്ക് എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. എന്നിട്ടും നിങ്ങൾ ആ വാക്കിന് യാതൊരു വിലയും കൊടുത്തില്ല. ഇപ്പോഴെന്താണ് ഉണ്ടായത്, അതുണ്ടായില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ തന്നെ തള്ളേ നിങ്ങൾ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്ന സംസാരിക്കില്ലേ എന്ന് സുശീല പറഞ്ഞിട്ട് പറയണേ. ഹർഷ ഒരു ഗർഭിണിയാണ്, ഒരു ഗർഭിണിയായ സ്ത്രീയാണ് അവളെ അടിക്കാൻ ഒരുങ്ങിയത്. ആ ഗർഭത്തിൻ്റെ കഥ നീ ഇവിടെ എടുത്തിട്ടുണ്ട് സുശീലെ, അതിൻ്റെ വരും വരായികൾ ഇനി കിടക്കുന്നേ ഉള്ളൂ, അത് നീ അനുഭവിച്ചോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് വളരെ സങ്കടത്തോടു കൂടി അനുപമ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അനുപമ ഇരിക്കുന്നത് കാണുമ്പോൾ മഞ്ചാടി വന്നിട്ട് പറയും ചേച്ചി എനിക്ക് വിശക്കുന്നത് കൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചു, ചേച്ചി ഇന്ന് ഭക്ഷണം കഴിക്കില്ല എന്നുള്ള പ്രതിജ്ഞയാണോ. അത് കേൾക്കുന്ന അനുപമ പറയുകയാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല, കാരണം എനിക്ക് തൊണ്ടയിലൂടെ ഇനി ഭക്ഷണം ഇറങ്ങുമെന്ന് തോന്നുന്നില്ല. ഇതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയുമോ. ഇന്ദ്രേട്ടൻ കൈയൊഴിയുന്നോ, ആ കൈയൊഴിയും. കാരണം എന്താ വെച്ചാൽ ഇന്ദ്രേട്ടൻ്റെ അമ്മയാണ് വലുത്. ഞാൻ എന്തായാലും അവരെ അടിച്ചതല്ല, അവരെ മനഃപൂർവ്വം അടി വാങ്ങിയതാണ്. പക്ഷെ അതാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ, എൻ്റെ അടുത്ത് തെളിവില്ലല്ലോ, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുള്ളൂ എന്നിങ്ങനെ അനുഭവം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേട്ടിട്ട് സങ്കടമാണ്. മോൾ എന്തായാലും ഭക്ഷണം ഒന്നും എടുത്തു വെക്കണ്ട, എല്ലാം ഫ്രിഡ്ജിലോട്ട് വെക്കുകയെന്ന് അനുപമ മഞ്ചാടിയോട് പറയുന്നു കേട്ടോ. പിന്നീട് പിറ്റേ ദിവസം രാവിലെയായി ദാസിനോട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ രഘുവും അമ്പിളിയും ഈ പറയുന്ന വിനയനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വിനയനോട് പറയണേ ദാസ് നീ എന്ത് പണിയാണ് വിനയെ കാണിച്ച ഇക്കാര്യങ്ങളൊക്കെ എന്നോട് പറയണ്ടേ, അതിന് ഞാൻ വരുന്നത് വരെ അനുപമയെ വിട്ട് അവർ പോകുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. എന്നോട് അവിടെ നിന്ന് സത്യം പോകാൻ പറഞ്ഞു, ഈ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ടെന്ന് പറഞ്ഞു. മാത്രമല്ല എൻ്റെ അമ്മക്ക് പിന്നെ സുഖമില്ലാതായി, അമ്മാവൻ മരുന്ന് വാങ്ങാൻ പോയി, അമ്മയുടെ പ്രശ്നം കാരണം എനിക്ക് പിന്നെ വിവരങ്ങൾ തിരക്കാനും കഴിഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ദാസ് പറയണേ ഇന്നലെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുന്നേ ആയിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിരുന്നു, എന്നാൽ ഇന്ന് ഇറങ്ങിപ്പോയ സ്ഥിതിക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നെ ഇന്ദ്രൻ്റെ അമ്മയെ അടിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രൻ്റെ സ്വഭാവം ഓട്ടോമാറ്റിക് മാറുമെന്ന് പറയാം കേട്ടോ. എന്നാൽ ഇതൊക്കെ കേട്ട് രഘു എന്ത് ചെയ്യണമെന്ന് അറിയാതെ രഘു നിൽക്കുന്നുണ്ട്. മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കിയതാണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ അത് ആർക്കും തെളിയിക്കാൻ കഴിയില്ലല്ലോ എന്ന ആ നിസ്സഹായ അവസ്ഥയിൽ എല്ലാവരും നിൽക്കുകയാണ്. ഇതേ സമയം ദയാണ് കാണിക്കുന്നത്. ദയ ഉണ്ണിക്കുട്ടൻ ഇങ്ങനെ പാലൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ മോനെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അപ്പുറത്ത് അനിത ചായയുമായി വരികയാണ്. ശബരി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അനിതയോട് ചോദിക്കുകയാണ് അച്ഛൻ എവിടെ. അച്ഛൻ രാവിലെ അമ്പലത്തിൽ നിന്ന് പോയി വന്ന് റൂമിലുണ്ട് എന്ന് പറയണേ. എന്താ അച്ഛനെ പുറത്തൊന്നും കണ്ടില്ലല്ലോ. അപ്പോൾ ദയ പറയണേ എന്നെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കും അച്ഛൻ വരാത്തത്. സംഭവം ഞാനൊരു എടുത്തുചാട്ടക്കാരിയാണ്, ചാടുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് തന്നെ അറിയില്ല, അതുകൊണ്ട് അച്ഛനെ എന്നെ കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ട് ഞാൻ മേലോട്ട് പോയിക്കോളാം എന്ന് പറയുമ്പോൾ ശബരി പറയണേ നീ അവിടെ തന്നെ ഇരിക്കും,
എന്തായാലും അനുദേശി ചായ ഇങ്ങോട്ടേക്ക് താ, ഞാൻ അച്ഛൻ്റെ അടുത്തോട്ടൊന്ന് പോട്ടെ എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഒരു ശബരി ഇങ്ങനെ പോകുമ്പോൾ ദയ ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി വിനയന സ്റ്റാർ ആവുന്ന ആ കിടുക്കൻ എപ്പിസോഡുകളാണ് ഇനി നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത് കേട്ടോ.